എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഓമന. ഞാൻ കുട്ടമ്പുഴയിൽ കൂറ്റാമ്പാറ എന്നൊരു ഉൾഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ എൻ്റെ ഇവിടെ അപ്പൂപ്പൻ്റെ ഒരു കഥ പറയാനാണ് ഞാൻ വന്നത്. അപ്പൂപ്പൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അപ്പൂപ്പൻ അധ്വാനിയാണ്. പക്ഷെ അത് വെറും തെറ്റായിരിക്കണ്ട കേട്ടോ, കേൾക്കി അധ്വാനി അല്ല. അപ്പൂപ്പൻ ശരിക്കും അധ്വാനിച്ച് സമ്പാദിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇപ്പം നിങ്ങളുടെ അപ്പൂപ്പൻ മാത്രമല്ലേ അധ്വാനിച്ച് സമ്പാദിക്കണുള്ളൂ, ഞങ്ങൾ അധ്വാനിക്കാതാണ് സമ്പാദിക്കണമെന്ന് ചോദിക്കും. അല്ല, നമ്മളെല്ലാവരും അധ്വാനിച്ച് സമ്പാദിക്കുന്നവരാണ്. പക്ഷെ അത് പല രീതിയിലാണ്. ചിലർ സ്ഥലം വാങ്ങിക്കണവർ, ചിലർ വീട് വാങ്ങിക്കണവർ, അല്ലെങ്കിൽ സ്വർണം വാങ്ങിക്കണവർ, പിന്നെ ഉണ്ട് അധ്വാനിച്ച് ജോലി സമ്പാദിക്കുന്നവർ. അതിൽ ഏറ്റവും വലിയ തെളിവുകളാണ് ആയിരിക്കുന്നവരും നമ്മുടെ ഡയാനയും. പക്ഷെ എൻ്റെ അപ്പൂപ്പൻ്റെ സമ്പാദ്യം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പൂപ്പൻ്റെ സമ്പാദ്യം വെച്ചാൽ അപ്പൂപ്പൻ ഒരാഴ്ചയിൽ ഒരു ദിവസം വെളിയിൽ പണിയാൻ പോകും. അതിന് എത്ര രൂപ കിട്ടിയാലും അത് തീരുന്നത് വരെ അപ്പൂപ്പൻ കുടുംബത്തിലായിരിക്കും അധ്വാനിക്കുന്നത്. അമ്മൂമ്മയാണെങ്കിലോ കട്ട സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കഠിന അധ്വാനം കൊണ്ട് അവർ സമ്പാദിച്ചേക്കണത് 10 മക്കൾ. ഇത് കണ്ടിപ്പോൾ അടുത്ത അയൽക്കത്തെ കുറുപ്പേട്ടനൊരു കുശുമ്പ്, കുറുപ്പേട്ടന് 3 ഉള്ളൂ. എന്താ ചെയ്യണേ? ഇപ്പോൾ കുറുപ്പേട്ടൻ വന്നേച്ച് അപ്പൂപ്പനോട് ചോദിക്കുകയാണ്, എൻ്റെ ചങ്ങാതി എന്തിനങ്ങ് സമ്പാദിച്ച് കൂട്ടണു? ഇവറ്റകൾക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കണ്ടായോ? ഒന്ന് നിർത്തിക്കൂടെ സമ്പാദ്യം? അപ്പൂപ്പൻ ക്ഷമിക്കും. അത് അപ്പൂപ്പൻ കുറുപ്പേട്ടനോട് പറഞ്ഞു, എടാ കുറുപ്പേ, താൻ ശിശുവാ, തനിക്കൊന്നും അറിയില്ല. കാരണം ഉണ്ടല്ലോ, ഒരണ്ണൻ എത്ര മൂത്താലും അത് മരത്തുമേട്ടല്ലേ കയറുള്ളൂ, അല്ലാതെ തൻ്റെ വീട്ടിൽ കിടക്കയിൽ ഒന്ന് കിടക്കുവോ, എൻ്റെ വീട്ടിലെ കട്ടുമേ ഒന്ന് കിടക്കുവോ? അതുകൊണ്ടേ എനിക്ക് പറ്റണ പോലെ ഞാൻ പയറ്റണേന് തനിക്ക് എന്താടോ കുറുപ്പേ ചെയ്യാതോന്ന് ചോദിച്ചു. അപ്പം ഈ കുറുപ്പേട്ടൻ വിട്ടു കൊടുക്കില്ല. അപ്പൂപ്പന് ഒരു ഡോസ് ഗുളിക കൂടുതൽ അങ്ങോട്ട് കൊടുത്തു. അപ്പൂപ്പനോട് പറഞ്ഞു, അരിമണി ഒന്ന് കുറിക്കാൻ തനിക്കില്ലല്ലോടൂ, ഈ 2 കയ്യിലും കരിവളയിട്ട് കിളുക്കാൻ എന്താണ് ഇത്ര മോഹം? തപ്പി തപ്പി നടക്കണ തവളയ്ക്ക് കുഞ്ഞിൻ്റെ മേലെ പറന്നു ഉയരാൻ എന്ത് കൊതിയാന്ന് പറഞ്ഞു. ഇത് കേട്ടതേ അപ്പൂപ്പൻ പോയ വഴി കണ്ടില്ല. അങ്ങനെ വർഷം വന്നു. വർഷമല്ല കേട്ടോ, വർഷം മഴക്കാലം വന്നു കഴിഞ്ഞപ്പോൾ അപ്പൂപ്പന് ഒരു ദിവസം പോലും വെളിയിൽ പണിയാൻ പോകാൻ പറ്റണില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ നേരെ മുതലാളിയുടെ അടുത്തേന്നൊക്കെ ചെന്നു. എനിക്കൊരു 100 രൂപ താട്ടും മുതലാളി. ചോ എൻ്റെ ചങ്ങാതി കാശൊന്നും കിടപ്പില്ലടേ ചങ്ങാതി. ഒരു കാര്യം ചെയ്യാ, കിടക്കുമ്പോൾ വാ. അപ്പൂപ്പൻ വിചാരിച്ചു മുതലാളി കിടക്കുമ്പോൾ വരാനാണെന്ന്. അപ്പൂപ്പൻ അന്നേരം പറഞ്ഞു, മുതലാളി എപ്പോഴാ കിടക്കണേന്ന് പറഞ്ഞാൽ മതിയേ, ഞാൻ അന്നേരം വന്നോളാം. ഞാൻ കിടക്കുമ്പോൾ വരാനല്ലോട് പറഞ്ഞത്. കാശുണ്ടായിരുന്നതെല്ലാം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ബാലൻസ് ഒന്നും ഇവിടെ കിടപ്പില്ല, ബാലൻസ് കിടക്കുമ്പോൾ വരാനാ പറഞ്ഞു. അന്നേരം അപ്പൂപ്പൻ പറഞ്ഞു, മുതലാളി എനിക്ക് കാശ് തന്നെ വേണമെന്നില്ല, അരി തന്നാലും മതി, കപ്പ പറിച്ച് തന്നാലും മതി, എൻ്റെ കുട്ടികൾക്ക് ഞാനത് വേവിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ മുതലാളി പറയാണ്, ആ ഒരൊറ്റ കാര്യം ഒഴികെ ബാക്കി എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ആ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അപ്പൂപ്പൻ ചോദിച്ചു അന്നേരം. എന്നാൽ മുതലാളിയുടെ ഭാര്യ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്കൊന്ന് പറഞ്ഞു വിടാവോ എന്ന് ചോദിച്ചു. ഇത് കേട്ടത് മുതലാളി ചാടി കൊണ്ട് എണിച്ചു. താൻ എന്താണോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ചാടി കൊണ്ട് എണിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പൂപ്പൻ കിലുകില വിറ തുടങ്ങി. എന്തായാലും 2-1 തീർച്ചയാണ്, ഒന്നുകിൽ കളട്ടിക്ക് പുറത്ത് അല്ലെങ്കിൽ കുറുപ്പിൻ്റെ നെഞ്ചത്ത്. അപ്പൂപ്പൻ കിടുകിടാ വിറച്ച് 2 കാലേക്കിടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. മുതലാളി എണിച്ചിട്ട് പറഞ്ഞു, എടോ, എൻ്റെ മുറ്റത്ത് വന്ന് നിന്ന് എൻ്റെ ഭാര്യ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നൂടോ? ഇറങ്ങിക്കോളണം ഇവിടുന്ന്, ഇനി എൻ്റെ അടിച്ചതിനകത്ത് കയറി പോരെന്ന് പറഞ്ഞു. അപ്പം അപ്പൂപ്പൻ പറഞ്ഞു, എൻ്റെ മുതലാളി ഞാൻ എന്തു തെറ്റാ ചെയ്തത്? മുതലാളി എന്നോട് ദേഷ്യം പെടാനോ ഇവിടുന്ന് പടി അടച്ച് പിണ്ടം വെക്കാനോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മുതലാളി അതായാലും ഒന്നും തരുമില്ല, സഹായിക്കുകയും ചെയ്യില്ല. അപ്പം മുതലാളിയുടെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ അവസ്ഥയൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു.